സ്വാതന്ത്ര്യത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ പൂകിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അതിനോടൊക്കെ ഒത്തുപോയി. ആ സമയത്ത് തന്നെ നമ്മുടെ ആനന്ദിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ബാലനും കോമതിക്കും വല്ലാത്ത വിഷമമാണ്. ആനന്ദിൻ്റെ ഒരു കല്യാണം ഒന്നും ശരിയാവണില്ല. അനിയന്മാർ കല്യാണം കഴിച്ചതുകൊണ്ട് ആനന്ദിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഒന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്, ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ മീനാക്ഷിയുടെ ഓഫീസിലത്തെ ഇത്തിരി കൂടെ മുതിർന്ന ചേച്ചിനായിട്ട് നല്ല കമ്പനിന് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ആര്യൻ്റെ വിവാഹം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മീനാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മകൾക്കാണെങ്കിൽ വിവാഹം വരുന്നില്ല. ഇത്തിരി ഇതേപോലെ തന്നെയാണ് ആനന്ദിൻ്റെ ഒപ്പം തന്നെയാണ് ആ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ അവരും നല്ല വിഷമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മീനാക്ഷി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം നമ്മുടെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചിട്ട് ചേച്ചിയുടെ മോളെ ഞങ്ങൾ പെണ്ണ് കാണാൻ ഞങ്ങളുടെ ചേട്ടൻ അത്രയ്ക്ക് പാവമാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, നല്ല ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു നടപ്പോൾ മീനാക്ഷിക്ക് എന്തായാലും മീനാക്ഷി പറഞ്ഞതിൽ ആനന്ദ് നല്ലൊരു പയ്യനാണെന്ന് മനസ്സിലായി. ഞാൻ വീട്ടിൽ സംസാരിക്കാമെന്നൊക്കെ പറയും. അങ്ങനെ അവർ വീട്ടിൽ സംസാരിക്കും. നമ്മുടെ കോമതിയോട് മീനാക്ഷി കാര്യങ്ങളൊക്കെ പറയും. കോമതി ബാലനോട് പറയും. അങ്ങനെ എല്ലാവരും കൂടെ നമുക്ക് പെണ്ണ് കാണാനൊക്കെ പോകാം എന്നൊക്കെ ഉറപ്പിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് ഒരു ഡേറ്റൊക്കെ പറയും. ആ ഡേറ്റിന് തന്നെ ആനന്ദിനെയും കൊണ്ട് പെണ്ണ് കാണാനൊക്കെ പോകാൻ ആനന്ദ് റെഡിയൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെയൊക്കെ വരും. കൂട്ടത്തിൽ എല്ലാവരും കൂടിയാണ് പെണ്ണ് കാണാൻ പോകണമെന്ന് തീരുമാനമാവും. അങ്ങനെ മിത്രേനെയും ആര്യനെയും ആര്യൻ റെഡിയായി നിൽക്കും. കാരണം എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ആര്യനും കൂടി പോകുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ബാലൻ പറയും, ഇവിടുന്ന് ഞാനും കോമതിയും മീനാക്ഷി മാത്രം പോയാൽ മതി എന്ന് പറയും. ആര്യനെ കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ആര്യനോട് മിണ്ടാറൊന്നുമില്ല ബാലൻ. ആ സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട്, ആകാശിനെ അവർ കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ആകാശിനെ അവർക്ക് കാണേണ്ടി വരും. ആകാശിനെ അവർ അന്വേഷിക്കുന്നവരൊക്കെ പറഞ്ഞാൽ ആകാശിനെയും കൊണ്ടുപോകാമെന്ന് പറയും. ധർമ്മനോടും വരാൻ പറയും. അപ്പോൾ അവർ മനസ്സിലായി നമ്മുടെ മിത്രേനെയും ആര്യനെയും മാത്രം കൊണ്ടുപോകണില്ല, കൂട്ടത്തിൽ അനുവിനെയും കൊണ്ടുപോകില്ല. അനുവിനോട് അവിടെ ഇരിക്കാൻ പറയും. അത് ശരി, ഞാൻ നിങ്ങളെ വീട്ടിൽ ഇവിടെ കാവലിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അനു പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ഗോമതിക്കൊക്കെ ഭയങ്കര വിഷമാവുന്നുണ്ട്. ആര്യനെ കൊണ്ടുപോകാണ്ട് പോകത്തിൽ സോറിയൊക്കെ പറയുന്നുണ്ട്. ആനന്ദ് അതൊന്നും സാരില്ല ചേട്ടാ, എന്തായാലും പെണ്ണ് കാണാൻ പോകുമ്പോഴല്ലേ എന്നെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ, നിശ്ചയത്തിനൊന്നും എന്നെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ആര്യൻ വിഷമത്തോടെ അകത്തേക്ക് പോകും. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആര്യന് കറക്റ്റ് സമയത്ത് നീ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയും. അങ്ങനെ അവർ പെണ്ണ് കാണാൻ പോണ സമയത്ത് ആര്യന് വേണ്ടി കഴിഞ്ഞിട്ട് സ്പെഷ്യലായിട്ടൊരു കറിയൊക്കെ നമ്മുടെ മിത്രയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം മിത്ര ചോറുണ്ണാനൊക്കെ വിളിച്ച് നിർബന്ധിച്ച് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. വേണ്ടാന്നൊക്കെ പറഞ്ഞ് വലിയ ഗെയിമൊക്കെ കാണിച്ചിരിക്കുമെങ്കിലും മിത്ര അകത്തേക്ക് പോകുമ്പോൾ മിത്ര ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ ആര്യൻ നല്ല സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ ഇറങ്ങി കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ ആ ലോഗ് കാണുന്നുണ്ട്. ഈ പെണ്ണ് കാണാൻ വന്ന മനസ്സിലായി എന്തായാലും പെണ്ണ് കാണാനുള്ള കാര്യം. കാറിൽ എല്ലാവരും വീടടക്കം എല്ലാവരും കൂടി വന്നപ്പോൾ അത് മനസ്സിലായി. അങ്ങനെ ആ ലോഗ് നേരെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു വിടുന്നുണ്ട്. അവിടെ ചെന്ന് അച്യുതോർമ്മയോടും അനന്തോർമ്മയോടും പറയും, അവൻ്റെ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഇന്ന വീട്ടിലത്തേനും നമ്മൾ അറിയുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്യുതോർമ്മ കല്യാണം മുടക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നു. ആ സമയത്ത് പെണ്ണാണെല്ലാം എടുക്കും. നല്ലൊരു പെൺകുട്ടിയായിരുന്നു, കാണാൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. ആനന്ദിനെ കണ്ട വഴിക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തി പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനൊക്കെ തീരുമാനമായി. അങ്ങനെ അയാൾ എന്നാൽ പിന്നെ ജോത്സ്യനോട് ചോദിച്ചിട്ട് കല്യാണ നിശ്ചയത്തിൻ്റെ ഒരു ഡേറ്റ് കുറിക്കാമെന്ന് പറഞ്ഞ് പെണ്ണിൻ്റെ അച്ഛനകത്തേക്ക് പോകുന്ന സമയത്തായിരിക്കും ഫോൺ വരുന്നത്. ഫോൺ വഴി വിളിക്കുമ്പോൾ അച്യുതവർമ്മ ആയിരിക്കുള്ളൂ അപ്പുറത്ത്. അപ്പോൾ പറയുന്നുണ്ട്, രണ്ടനിയന്മാരുടെ വിവാഹം കഴിഞ്ഞൊരു കല്യാണമാണിത്, നല്ലോണം ആലോചിച്ച് നടത്തിയാൽ മതി, ചെക്കന് ചെറിയൊരു പ്രോബ്ലം ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ അറിയാണ്ട് നിങ്ങളെ പറ്റിക്കാനാണ്, അല്ല അതുകൊണ്ടാണ് ഇവന് കല്യാണം ആവാത്തത് കൊണ്ടാണ് അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചത്, നിങ്ങളുടെ മകളുടെ ഭാവി നിങ്ങളുടെ കയ്യിലെന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുമ്പോൾ അയാൾ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. അതിനുശേഷം ജോത്സ്യനെ നാൾ കുറിക്കാൻ വിളിക്കാൻ പോയ ആൾ കല്യാണത്തിന് എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം അറിയണം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അനിയന്മാരുടെ കല്യാണം നിങ്ങളുടെ ഇളയ മക്കളുടെ കല്യാണം കഴിഞ്ഞത്, അതുകൊണ്ടാണല്ലോ മൂത്ത മോൻ ഇങ്ങനെ നിന്ന് പോയത്, മൂത്ത മോൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, മൂത്ത മോൻ കല്യാണം ആവാത്തത് കൊണ്ടാണ് ഇളയ മക്കളുടെ വിവാഹം കഴിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയാം. ഞങ്ങളോട് നാട്ടുകാർ എന്ത് കാരണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളെത്തിക്ക് വന്നതെന്ന് മീനാക്ഷി ചോദിക്കും. അതെ എന്ന് പറയും, ഭാര്യയും പറയും, അതെ എല്ലാ കാര്യവും മീനാക്ഷി പറഞ്ഞതല്ല ചേട്ടാന്ന് പറയുമ്പോൾ നീ മിണ്ടരുത്, നീ ഇവിടെ മിണ്ടാണ്ടിരിക്കണം എന്ന് പറയും. ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, വളരെ മോശമായിട്ട് ചേച്ചി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ അപമാനിച്ചില്ലേന്ന് ചോദിക്കും. അങ്ങനെ അവർ ആകെ വിഷമിച്ച് ബാലൻ അവിടെ നിന്ന് നടന്നാണ് പോകുന്നത് വിഷമം സങ്കടം കൊണ്ട്. പിന്നീട് ആനന്ദിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആനന്ദിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ബാലന്. ആനന്ദാണെങ്കിൽ വിഷമമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ പറഞ്ഞതല്ല നമുക്ക് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നിങ്ങളുടെ നിർബന്ധത്തിന്
വന്നതല്ലേന്നൊക്കെ ചോദിച്ച് ആനന്ദും പോകും. പോണ വഴിക്ക് ഓഫീസിൽ ഇറങ്ങും. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് ചെല്ലും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആര്യൻ അവരെ കാത്തിരിക്കുന്നുണ്ടാവും. ആര്യൻ ചോദിക്കും ചേട്ടൻ എന്തെങ്കിലും, അച്ഛനൊക്കെ ചോദിക്കും. അവർ പല വഴിക്കും അവർ ഓഫീസിലും കടയിലൊക്കെ പോയിന്ന് പറയും. പിന്നീട് ആകാശിൻ്റെ മുഖം കാണുമ്പോൾ എന്താ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ കല്യാണം അവർ വേണ്ടാന്ന് പറഞ്ഞിട്ടാ നല്ല രീതിയിൽ കല്യാണം പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് കല്യാണം നിശ്ചയം വരെ തീരുമാനിക്കുന്ന സമയത്തിന് പെട്ടെന്ന് പെണ്ണിൻ്റെ അച്ഛൻ മുറിയിലേക്ക് പോയി അകത്തുനിന്ന് പുറത്തേക്ക് വന്നത് വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് അനിയന്മാരുടെ രണ്ടാളുടെ വിവാഹം കഴിഞ്ഞതിന് അതിൻ്റെ കാരണം എന്താണെന്ന് അവർക്ക് അറിയണം. ചേട്ടൻ നിൽക്കലെ കഴിച്ചത് ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ഇനി പറഞ്ഞെന്നൊക്കെ പറയും. അങ്ങനെ മീനാക്ഷിയോട് ഭയങ്കര ദേഷ്യമാവും. ആകാശിന് മീനാക്ഷി മുറിയിൽ കയറി മുറിയിൽ കയറി സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. നീ കാരണമാണ് ഞങ്ങൾ അപമാനിച്ചത്, എൻ്റെ ചേട്ടൻ്റെ വിഷമം കണ്ടില്ലേ, നീ ഇനി ഇതിന് ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ നമ്മുടെ ആര്യന് വളരെയധികം വിഷമമുണ്ട്. ആര്യൻ കാരണം ചേട്ടൻ്റെ ജീവിതം കൂടെ നശിച്ചെന്നാലോചിച്ച് ആര്യൻ ഇങ്ങനെ പൊട്ടിക്കരയുന്നൊരു ഭാഗമാണ് അതിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.